കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിജ്ഞാനമില്ലാത്ത മനസ്സ് നന്നല്ല. സത്യത്തിൻ്റെ പാതയിൽ നാം നടക്കണമെങ്കിൽ എപ്പോഴും നമുക്ക് ദൈവീയ പരിജ്ഞാനം, ദൈവീയ വെളിപ്പാട്, വചന പരിജ്ഞാനം ആവശ്യമാണ്. ദൈവീയ പരിജ്ഞാനമില്ലെങ്കിൽ ആത്മീയമായി ജീവിക്കാൻ സാധ്യമല്ല. ആത്മീയമായി ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ക്രിസ്തുവിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. മനസ്സ് ക്രിസ്തുവിൽ ഏകീകൃതമായാൽ മാത്രമേ ദൈവവചനത്തിൽ താല്പര്യം ഉണ്ടാകുകയുള്ളൂ. ദൈവവചനം കേൾക്കണം, ദൈവവചനം വായിക്കണം, ദൈവവചനം മനസ്സിലാക്കണം, പഠിക്കണം, ധ്യാനിക്കണം. അപ്പോൾ വചനമാണ് പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് തരുന്നത്. പാപത്തിനുള്ള പരിഹാരം ക്രൂശിൽ കർത്താവ് നിവർത്തിച്ചു. അതുകൊണ്ടാണ് അത് വിശ്വസിച്ച നാം കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചതും. എന്നാൽ നമുക്ക് ശരിക്കും ക്രിസ്തുവിൽ ജീവിക്കണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ തിരുവചനം നാം മനസ്സിലാക്കണം. തിരുവചന വെളിപ്പാട് നമുക്ക് ലഭ്യമാകണം. തിരുവചനത്തിലൂടെയാണ് ദൈവിക വെളിപ്പാടുകൾ ലഭ്യമാകുന്നത്. ഒരുപാട് പ്രസംഗം കേൾക്കുന്നു, എല്ലാ യോഗങ്ങളിലും പങ്കുകൊള്ളുന്നു. പക്ഷെ വചന വെളിപ്പാടില്ലാത്തിടത്ത് ക്രമം വിട്ട് നടക്കുക തന്നെ ചെയ്യും. ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ഗുപ്തനിധികൾ യേശുവിലാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കും. അപ്പോൾ നാം കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അളവുകൂടാതെ ക്രിസ്തുവിൽ ജീവിപ്പാൻ, ജ്ഞാനവും പരിജ്ഞാനവും നമ്മിൽ വർദ്ധിപ്പിക്കുവാൻ, എന്തിന് ദൈവത്തെ അനുസരിച്ച് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിളി തിരിച്ചറിഞ്ഞ് ആ വിളിയുടെ ദൗത്യം പൂർത്തീകരിപ്പാൻ, ദൈവവിളിയുടെ ദൗത്യം പൂർത്തീകരിപ്പാൻ ജ്ഞാനവും പരിജ്ഞാനവും വിവേകവും വെളിപ്പാടുമില്ല എങ്കിൽ നമ്മുടെ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയാതെയാവുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സും ആത്മാവും വചനാത്മപൂർണമായി തീരണം. ഈ വചനങ്ങളാൽ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.